നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 5000-ഓളം പഠനോപകരണ കിറ്റുകളാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. ആ പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമ്മോടൊപ്പം ഡെപ്യൂട്ടി മേയർ ശ്രീ ആശാനാഥ് ചേരുകയാണ്. മേയർ, എന്താണ് ഈ ഒരു പദ്ധതിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം? തീർച്ചയായിട്ടും അത് നമ്മുടെ ഭരണത്തിൽ വന്ന ശേഷം തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് തന്നെ വിസിബിളി പലർക്കും തോന്നി തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഒരുപാട് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് പേര് സഹായിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ മേയറേയും ഡെപ്യൂട്ടി മേയറേയും അതുപോലെ തന്നെ ചെയർമാൻമാരെയും ഒക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോ അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ചിന്തയാണ് ഇങ്ങനെ മേയർ കെയർ എന്നൊരു പദ്ധതി തുടങ്ങിയാൽ ഇങ്ങനെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലൂടെ പ്രവൃത്തിയുടെ അവർക്ക് എത്തിക്കാൻ പറ്റുന്ന സഹായങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന രീതിയിൽ ഒരു ചിന്ത വന്നതും അങ്ങനെയാണ്. ആദ്യം നമ്മൾ ജൂൺ അല്ലേ എന്തായാലും വരുന്നത്, സ്കൂൾ തുറക്കാൻ പോവുകയല്ലേ, അപ്പൊ ആദ്യം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് തന്നെ ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ എന്ന രീതിയിൽ മേയറുടെ ഇങ്ങനെ ഒരു മേയർ കെയർ പദ്ധതി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആവുന്നത്. ഈ കോർപ്പറേഷന്റെ തനത് ഫണ്ട് ഉപയോഗിക്കേണ്ട എന്നൊരു ഈ ഒരു രീതിയിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? തനത് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം കോർപ്പറേഷൻ ഓൺ ഫണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ നഗരസഭയ്ക്കുള്ളിൽ തന്നെ വികസന പദ്ധതികളും ഒക്കെ തന്നെ ചെയ്യാൻ ഒരുപാടുണ്ട്. പക്ഷെ അതല്ലാതെ തന്നെ ഒരുപാട് പേര് സഹായം ചെയ്യുവാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഓൺ ഫണ്ട് ഉപയോഗിച്ച് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നാളെ തന്നെ ഇപ്പൊ ഓൺ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തിരുന്നുവെങ്കിൽ പല വിമർശനങ്ങളും പറഞ്ഞേനെ നമ്മളോട്, ഇത് ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞേനെ. പക്ഷെ അത് അങ്ങനെയല്ല, അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇതുവരെ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. ഈ പറയുന്ന പോലെ ചില സംഘടനകളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനുകളും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ നഗരസഭ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഇങ്ങനെ ഒരു പദ്ധതിയുമായി വരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വീകാര്യത ലഭിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പേര്, കാരണം മേയർ ഇപ്പം നമ്മളെ വേദിയിൽ സൂചിപ്പിച്ചു, ഒരുപാട് പേര് ഈ ഒരു പരിപാടി ബന്ധപ്പെട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലും അതുപോലെ മെയിൻ സ്ട്രീം മീഡിയാസിലും ഒക്കെ തന്നെ ഇങ്ങനെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോസ് പോകുന്നത് കണ്ടിട്ട് പലരും വിളിക്കുന്നുണ്ട്. മേയറെ മാത്രമല്ല നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് ഇനി തിരുവനന്തപുരം നഗരത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പലരും 50 കിറ്റ് തരാം, അല്ലെങ്കിൽ 10 കിറ്റ് തരാം. ഒരു കിറ്റ് നിവർത്തിയില്ലാത്ത ആളുകൾ പോലെ പറയുന്നു, ഞങ്ങൾ ഒരു കിറ്റ് എന്തായാലും ഞങ്ങളുടെ കഴിവായിട്ട് 1500 രൂപ ഞങ്ങൾ അയച്ചു തരാം, നിങ്ങൾ അതിൽ കിറ്റ് കൊണ്ട് നിങ്ങൾ കൊടുക്കുമെന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട, നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങളിവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ വിളിക്കാമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഇത്തരം പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ അതിനൊരു 5000 എന്നൊരു ക്യാപ്പൊക്കെ നിശ്ചയിക്കുമ്പോൾ ഒരു പരാതിയുടെ ഒരു സാധ്യതയൊക്കെ ഉണ്ട്, അർഹമായവർക്ക് കിട്ടിയില്ല. അപ്പൊ എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള അർഹരായ കുട്ടികളെ തിരഞ്ഞെടുത്തത്? ഇത് കോർപ്പറേഷൻ കൗൺസിലർമാരോ അതുപോലെ നഗരസഭയുടെ ടീമോ ഒന്നുമല്ല ഈ കുട്ടികളെ സെലക്ട് ചെയ്തത്. ഇത് സെലക്ട് ചെയ്തത് അതായത് സ്കൂളിലെ HM-മാര് കൊടുത്ത ലിസ്റ്റ് അവർക്കാണ് അറിയാവുന്നുള്ളത്. നമ്മളെക്കാളും ഉപരി അവർക്കാണ് അവരുടെ സ്കൂളിലെ അർഹരായിട്ടുള്ള കുട്ടികൾ ആരാണോ നിർധന കുടുംബത്തിൽപ്പെട്ടവർ, ആർക്കാണോ ഈ ബാഗുകളും ബുക്കുകളും ഒക്കെ തന്നെ വാങ്ങാൻ സാധിക്കാത്തത്, അവരുടെയൊക്കെ ലിസ്റ്റ് അവരാണ് കൊടുത്തത്. അപ്പൊ അവർ മുഖേനയാണ് ഈ ഫസ്റ്റ് ലിസ്റ്റാണ് എടുത്തത്. അതിനുശേഷമാണ് നമ്മൾ ബാക്കിലോട്ട് പോയത്. ഈ ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള പല പദ്ധതിയും PM കെയർ എന്ന പദ്ധതിയുണ്ട്, അതേ പേരിന്റെ ഒരു സാമ്യതയുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന പല പദ്ധതികളുടെ ഒരു റെപ്ലിക്ക നമ്മുടെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ സൂചന നൽകുക, അതൊക്കെയാണോ ഇതിന്റെ ഒരു ഉദ്ദേശം? തീർച്ചയായിട്ടും മേയർ നമ്മുടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ലക്ഷ്യം ഭാരതത്തിൽ നമ്മൾ മുന്നിൽ വരിക എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരം നഗരസഭ മറ്റു നഗരസഭകളെ മാതൃകയാക്കിയുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മള് നിയമസഭയിലായാലും നമ്മള് തിരുവനന്തപുരത്ത് 2 സീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ 2-ൽ നിന്ന് തിരുവനന്തപുരം നിയോജക മണ്ഡലം മാത്രം, തിരുവനന്തപുരത്ത് മണ്ഡലം 4 മണ്ഡലം തിരിച്ച് നമ്മൾ അടുത്തതിൽ നമ്മൾ പിടിക്കണം. അതുപോലെ കേരളത്തിൽ നമ്മൾ 3-ൽ 30-ലേക്ക് പോകണം. അപ്പൊ തീർച്ചയായിട്ടും അതിലുള്ള ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആണ്. പലരും വിളിച്ചു, അതാണ് ഞാൻ നേരത്തെ വിളിച്ചു, പലരും ഇങ്ങോട്ട് വിളിച്ച് പലർക്കും സഹായിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ പറയുന്നു. പലരും ഇങ്ങനെ പലരും പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബാഗ് വാങ്ങാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, അതിനുള്ള പൈസ പോലും ഇല്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷം എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അങ്ങനെ ഇങ്ങനെ
ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് എന്ത് കഷ്ടപ്പെട്ടാലും നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴല്ലേ അതിന്റെ സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതിന് നമ്മുടെ മേയറോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതാണ് ഈ മേയർ കെയർ ഇപ്പോൾ ഈ പഠനോപകരണ വിതരണത്തിൽ തുടങ്ങിയെങ്കിലും അതിൽ നിൽക്കുന്നില്ല. ഇനി അങ്ങോട്ട് മേയർ കെയർ ഒരു സ്ഥിരം പദ്ധതിയായി മാറും എന്നൊരു സൂചന വന്നിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇത് മേയർ കെയർ ഫസ്റ്റ് പ്രോജക്റ്റ് മാത്രമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അതാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് പറയാനുള്ളത്.